الحمد لله حمدا كثيرا طيبا مباركا فيه. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസി നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമുർ റഹീമീനായ വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടവും വാത്സല്യവുമുള്ള, നമ്മുടെ പോരായ്മകളും നമ്മുടെ വീഴ്ചകളുമെല്ലാം ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കുകയും പുറത്തു തരുകയും ചെയ്യുന്ന അൽ ഗഫാറായ തവ്വാബായ, ചെയ്ത നന്മകൾക്ക് 10 മടങ്ങ് പുണ്യവും അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചു തരുന്ന അശാക്കിറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ സാധ്യമായ രീതിയിൽ
ചെറുതും വലുതുമായ പ്രവാചകന്റെ സുന്നത്തുകൾ നിത്യജീവിതത്തിൽ പാലിക്കാനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹികമായ ഇടപെടലുകളിലും സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലുമെല്ലാം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിലൂടെ നാം പഠിച്ചത്, മനസ്സിലാക്കിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആത്മാർത്ഥമായി ഒരു അടിമ അള്ളാഹു പഠിപ്പിച്ച രീതിയിലൂടെയുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച രീതിയിലൂടെ ആ പ്രവാചകനെ സ്നേഹിക്കുകയും ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് നിർവഹിക്കുകയും ചെയ്താൽ ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച ഏതാനും ചില ഹദീസുകളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമുക്ക് നമ്മളെക്കാൾ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും നമ്മുടെ ജീവിതത്തിന് പരലോകവുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മങ്ങളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയിലും രൂപത്തിലും ചര്യയിലും ആകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് പ്രവാചകനുണ്ടായിരുന്ന സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹത്വവും ആദരവും സ്നേഹവും കൂടുതൽ കൂടുതൽ വർദ്ധിക്കാൻ നമുക്ക് സഹായകമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ആ പ്രവാചകന്റെ ജീവിത രീതിയെ കുറിച്ച്, മാനസികാവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. അതിൽ സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂതൻ, ഒരു പ്രവാചകൻ, ഒരു റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ റസൂലിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ പ്രയാസപ്പെടുന്നതോ ബുദ്ധിമുട്ടുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി നിങ്ങളെ ഉപദേശിക്കുന്നതും ആ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതും ദുർമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപദേശങ്ങൾ നൽകുന്നതുമെല്ലാം ആ താല്പര്യത്തിന്റെ ഭാഗമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യമുള്ളവരുമാകുന്നു ആ പ്രവാചകൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന വാചകം നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആ പ്രവാചകൻ ഉമ്മത്തിനോട് കാണിച്ച ആ സ്നേഹം, ഇത് മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികൾ നേരിട്ടത് അനുഭവിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മളെ പ്രവാചകൻ കണ്ടിട്ടില്ല, നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദീനീയപരമായ നിഷ്ഠകളുമെല്ലാം ഇൻഷാ അല്ലാഹ് ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ താമസിക്കാനും ആ പ്രവാചകനോടൊപ്പം ഒരുമിച്ച് കഴിയാനും വേണ്ടിയുള്ള അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഭാഗത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറയാൻ, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാർക്കും ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു അവസരം നൽകി, ഒരു ദുആ, ഒരു പ്രത്യേക ദുആ. അത് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു അവസരം നൽകി. ഇതിന്റെ വിശദീകരണം പറയാം. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ എല്ലാ നബിമാരും എല്ലാ പ്രവാചകരും
ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹുവിനോട് ഒരു ദുനിയാവ് വെച്ച് തന്നെ അവർ ചോദിച്ചു. അതായത് അള്ളാഹു നൽകിയ വലിയൊരു അവസരം, ഈ ദുനിയാവിൽ ഒരു വലിയൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകി. ആ വാഗ്ദത്തം ആ അമ്പിയാക്കന്മാരെല്ലാം ദുനിയാവിൽ അള്ളാഹുവിനോട് ചോദിച്ചു. പക്ഷെ കാരുണ്യത്തിന്റെ പ്രവാചകൻ, വിശ്വാസികളോട് അനുകമ്പയും കാരുണ്യമുള്ള പ്രവാചകൻ, വിശ്വാസികൾ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഇന്നി ഇഖ്തബഅതു ദഅവതി, ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, അതിന് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണത്? ശഫാഅത്തുൽ ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിലുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി ശുപാർശ നടത്താൻ ഞാൻ ആ പ്രാർത്ഥന വിനിയോഗിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നിങ്ങൾ ദുനിയാവിൽ അള്ളാഹു നൽകിയ ഒരു അവസരം പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ നബിമാർക്കും കൊടുത്ത ദുആന്റെ അവസരം എല്ലാ നബിമാരും പ്രാർത്ഥിച്ചു തീർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് സ്നേഹമുള്ള നബി കണ്ടിട്ടില്ല ആരെയും. ലോകാവസാനം വരെയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന ഓരോ അടിമയ്ക്കും, അള്ളാഹുവിന്റെ ഓരോ അടിമയ്ക്കും, യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളായ ഓരോ വിശ്വാസിക്കും ആ പ്രാർത്ഥന അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്നുകൂടി, ആ പ്രാർത്ഥന ആർക്കാണ് ലഭിക്കുക? മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ഉമ്മത്തിൽ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത മരണപ്പെട്ടുപോയ ആളുകൾക്ക് ആ പ്രാർത്ഥനയുടെ ഗുണം, ആ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് ലഭിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കാണിച്ച അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ഭാഗമാണത്. കാരണം പ്രവാചകൻ ഇട്ടൊരു അവസരം അത് നബിക്ക് വേണ്ടിയല്ല നബി ഉപയോഗിക്കുന്നത്, ഉമ്മത്തിന് വേണ്ടിയാണ്. നാളെ പരലോകത്ത് ഉമ്മത്തിലുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പോ അതിന് ശഫാഅത്തിന് വേണ്ടി, പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, എന്റെ ആ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ ബന്ധപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടി ഞാൻ ആ ശഫാഅത്ത് ഉപയോഗപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറയാൻ. അതാ ഉമ്മത്തിനോടുള്ള പ്രവാചകന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആലയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും ഇങ്ങനെ ആയിഷ തന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ നല്ല മുഖപ്രസന്നതയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നത്. അപ്പൊ ഞാൻ നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ആയിഷ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ വമാ അസറത് വമാ അലനത്, അല്ലാഹുവേ ആയിഷ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അവര് മുമ്പ് ചെയ്ത അവരുടെ പാപത്തിന് മുമ്പ് വല്ലതും ചെയ്തതും അവർ പിന്തിച്ചതും അവർ രഹസ്യമായി വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരസ്യമായി വല്ല തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ആയിഷ റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആത്മാർത്ഥമായി ആയിഷ റളിയല്ലാഹു പ്രാർത്ഥിച്ചു. അപ്പൊ ആയിഷ വളരെ സന്തോഷമായി. ഹദീസിൽ കാണാം, അവര് സന്തോഷത്തോടെ പ്രവാചകന്റെ മടിയിലേക്ക് ഇങ്ങനെ തലവെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആയിഷ, എന്റെ പ്രാർത്ഥന നിനക്ക് ഇഷ്ടമായോ? നിനക്ക് തൃപ്തിയായോ? ഇഷ്ടമായോ? അപ്പൊ ആയിഷ തന്നെ പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ ഞാൻ തൃപ്തിപ്പെടാതിരിക്കും, എങ്ങനെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കും? അത്ര നല്ല ദുആ ആയിരുന്നു അത് എന്ന് ആയിഷ തന്നെ പറയാൻ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നഹാ ലദുആഇ ലിഉമ്മത്തി ഫീ കുല്ലി സ്വലാത്ത്. വാചകം സഹോദരങ്ങളെ ഉമ്മത്തിന് വേണ്ടിയുള്ളതാണ്. അല്ലാഹുവാണ് സത്യം, തീർച്ചയായും എന്റെ എല്ലാ നമസ്കാരത്തിലും എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഉമ്മത്ത് എന്ന് പറഞ്ഞ ലോകാവസാനം വരെയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുമെന്നുള്ളതാണ്. എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഓരോ നമസ്കാര വേളയിലും ഓരോ പ്രാർത്ഥനാ വേളയിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. അപ്പൊ അത് നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലൂടെ
നമ്മൾ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന വിനിയോഗിക്കുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കല് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ദീർഘസമയം നമസ്കരിച്ചു. ഒരുപാട് സമയം സുജൂദിൽ പ്രവാചകൻ ചെലവഴിച്ചു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഇന്ന് നമസ്കാരത്തിലെ സുജൂദ് വളരെ ദീർഘിച്ചു പോയല്ലോ, ഒരുപാട് സമയം ദിവസം താങ്കൾ സുജൂദിൽ സമയമെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയാണ്, ഇന്നത്തെ നമസ്കാരം വളരെ ആഗ്രഹത്തോടു കൂടിയും വളരെ പ്രതീക്ഷയോടുകൂടിയും അതോടൊപ്പം ഭയപ്പാടോടു കൂടിയുമാണ് ഞാൻ നമസ്കരിച്ചത്. അതിൽ ഞാൻ എന്റെ റബ്ബിനോട് എന്റെ റബ്ബിനോട് അല്ലാഹുവിനോട് 3 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഹദീസ് പല റിപ്പോർട്ടുകളിലും ഇമാം മുസ്ലിം, ബുഖാരിയും ഇമാം നസായിയും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വ്യത്യസ്ത പദപ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഏതായാലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് 3 പ്രാർത്ഥന 3 കാര്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഅഅതാനി ഇസ്നതൈ വമനഅനി വാഹിദൻ. എന്റെ 2 പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചു, ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചില്ല, അത് തടഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ച 3 പ്രാർത്ഥനകളിൽ സഅൽതു റബ്ബി അസ്സ വജൽ അല്ലാ യുഹ്ലികനി ബിഅ അഹ്ലക ബിൽ ഉമം ഖബ്ലനാ. അല്ലാഹുവേ, മുൻ സമുദായങ്ങളെ നശിപ്പിച്ചതുപോലെ, മുൻ സമുദായങ്ങളെ ശിക്ഷിച്ച് നശിപ്പിച്ചതുപോലെ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കല്ലേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്നാണ്. കാരണം മുമ്പുള്ള സമുദായങ്ങൾ അറിയാം, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കാത്ത ആളുകളെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. പിന്നീട് വന്ന ആദ് ഗോത്രമാകട്ടെ സമൂദ് ഗോത്രമാകട്ടെ അവർ വിശ്വസിക്കാത്ത ആ സമൂഹങ്ങളെ അല്ലാഹു പല രീതിയിലും തുടർച്ചയായ കാറ്റുകൊണ്ട്, അതുപോലെ ഘോര ശബ്ദം കൊണ്ട്, അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളെ നദിയിൽ മുക്കി നശിപ്പിച്ചു. ഇങ്ങനെ പല തരത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളെ, അമ്പിയാക്കന്മാർ വിശ്വസിക്കാത്ത ആളുകളെ നശിപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിലുണ്ട്. ആ പ്രവാചകന് വഹി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, റബ്ബേ എന്റെ ഉമ്മത്ത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് വിശാലമാണ്, ലോകാവസാനം വരെ എല്ലാ മനുഷ്യരും പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് മുൻപ് വിശ്വസിക്കാതെ നശിപ്പിക്കപ്പെട്ട ആളുകളെ പോലെ എന്റെ ആളുകളിൽ, എന്റെ ഉമ്മത്തിലെ ഒരാളെയും അത്തരത്തിലൊരു പൊതുശിക്ഷ ബാധിച്ച് നശിപ്പിക്കാൻ ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും. മുക്കി, അത് നേരത്തെ പറഞ്ഞ ജലപ്രളയം പോലെ അല്ലെങ്കിൽ മുക്കി നശിപ്പിക്കുന്നത് പോലുള്ള ശിക്ഷകൾ വരില്ലേ, ക്ഷാമവർഷം പോലെയുള്ള പട്ടിണിയും ദാരിദ്ര്യമുള്ള പൊതുവിൽ ബാധിക്കുന്ന ശിക്ഷ ബാധിച്ച് അവരെ നശിപ്പിക്കല്ലേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. രണ്ടാമത് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, വസഅൽതു റബ്ബി അസ്സ വജല്ല അല്ലാ യദ്ഹുറ അലൈനാ അദുവൻ മിൻ ഗൈരിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ മുസ്ലിം ഉമ്മത്തിനെ മറ്റു സമുദായങ്ങളെ കൊണ്ട് നശിപ്പിക്കുന്ന അവസ്ഥ, മറ്റു സമുദായങ്ങൾ മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്തു. അതായത് മുസ്ലിം ഉമ്മത്തിനെ മറ്റു സമുദായങ്ങൾ, മറ്റു ഉമ്മത്തുകൾ, ആളുകൾ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകല്ലേ എന്ന് ഞാൻ അല്ലാഹുവോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. മൂന്നാമത് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥന തടയപ്പെട്ട പ്രാർത്ഥന, വസഅൽതു റബ്ബി അല്ലാ യൽബിസനാ ശിയഅൻ ഫമനഅനിഹാ. മൂന്നാമത് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥന, റബ്ബേ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കക്ഷികളാക്കി, ഗ്രൂപ്പുകളാക്കി, പരസ്പരം പോരടിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കാർക്കശ്യത്തോടെ പെരുമാറുന്ന, ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്ന, യുദ്ധസമാനമായ ഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകളിൽ 3 2 സ്വീകരിക്കുകയും 1 തടയപ്പെടുകയും ചെയ്തു. അത് അല്ലാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണ്. കാരണം അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇവിടെ 2 അല്ലാഹു സ്വീകരിച്ചുമായി ബന്ധപ്പെട്ട്, കാരണം അത് പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്.
മുമ്പുള്ള സമുദായത്തിന് സംഭവിച്ചതുപോലെ ഒരു സമുദായത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥ ഈ ഉമ്മത്തുണ്ടാകരുത് എന്നത് പ്രവാചകന്റെ കാരുണ്യപൂർവ്വമായുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് സഹോദരങ്ങളെ. അത് അല്ലാഹു സ്വീകരിച്ചു എന്നാണ് ഈ 2 ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ അടയാള കാരണം അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൽ 65-ാമത്തെ ആയത്ത് ഓതുമ്പോ, നമസ്കരിക്കുമ്പോഴെല്ലാം ഓതുമ്പോ അല്ലാഹു പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഹുവൽ ഖാദിറു അലാ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസകും ശിഅൻ വയുദീക ബഅദുകും ബഅസ ബഅദിൻ ഉൻദുർ കൈഫ നുസരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ആയത്ത് ഓതുമ്പോൾ പ്രവാചകൻ അവിടെ നിർത്തും. അല്ലാഹു പടച്ചതമ്പുരാൻ അവൻ ഉപരിഭാഗത്ത് നിന്ന് ശിക്ഷയിറക്കാൻ കഴിവുള്ളവനാണ്. ആ ഭാഗം അവിടെ നിർത്തിയിട്ട് പറയും, അല്ലാഹു ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. പിന്നീട് അവൻ തഹ്തിയാർജുലിക്കും, താഴ്ഭാഗത്ത് നിന്ന് കാലിന്റെ അടിയിൽ നിന്ന് ശിക്ഷയിറക്കാൻ കഴിവുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോഴും പ്രവാചകൻ അഭയം തേടി പ്രാർത്ഥിക്കും. മൂന്നാമത് കക്ഷികളാക്കി, ഉമ്മത്തിലെ കക്ഷികളാക്കി, എന്നിട്ട് അവർ പരസ്പരം പോരടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. റബ്ബേ, നേരത്തെ പറഞ്ഞത് വളരെ എളുപ്പമാണ്, ലളിതമാണ്, അതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ പ്രാർത്ഥിക്കുമെന്ന്, അല്ലെങ്കിൽ ആ ആയത്തിന് പ്രതികരിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അത്ര ഗൗരവമാണത്. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് കാണിച്ച സ്നേഹത്തിന്റെ, ഈ ഉമ്മത്തിനോട് കാണിച്ച ആ ഇഷ്ടത്തിന്റെ പ്രാർത്ഥനാ രൂപത്തിൽ ചില ഹദീസുകളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ പ്രവാചകന് വേണ്ടിയാണ് നമ്മുടെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്, ആത്മാർത്ഥമായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ, ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ, അതുപോലെ പ്രാർത്ഥനാ വേളകളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ എല്ലാം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളത് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വലിയ അനുഗ്രഹമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ, അദാബില്ലാതെ സ്വർഗ്ഗപ്രവേശനത്തിന് അനുമതി ലഭിച്ചു. സുബ്ഹാനല്ലാഹ്, ഇത് വലിയൊരു അനുഗ്രഹമാണ്. ക്ലാസ്സിൽ വന്നിട്ട് സ്വഹാബിയിൽ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ടാണ് ഈ ഹദീസ് പറയുന്നത്. സ്വഹാബിയോട് പറഞ്ഞു, സ്വഹാബികളെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾക്ക് ഹിസാബില്ല, അവർക്ക് വിചാരണയില്ല, അവർക്ക് അദാബില്ല, ശിക്ഷയില്ല. അവർ സ്വർഗത്തിലേക്ക് അങ്ങനെ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞു. വീട്ടിലേക്ക്, റൂമിലേക്ക് പോയി. സഹാബികൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ പറഞ്ഞു, ഒരുപക്ഷെ അവര് പ്രവാചകന്റെ സഹാബികളാകാം, അതല്ലെങ്കിൽ പ്രവാചകനോടൊപ്പം ജീവിച്ചവരാകാം, അതല്ലെങ്കിൽ പിന്നീട് അവര് മുവഹീദുകളായ ആളുകളാകാം. പല കാര്യങ്ങൾ അവർ ഇങ്ങനെ അവരുടെ ചിന്തകൾക്കനുസരിച്ച് സംസാരിച്ചു. റസൂലുള്ളാഹി രണ്ടാമത് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അല്ല പ്രവാചകനെ, താങ്കൾ പറഞ്ഞല്ലോ 70,000 ആളുകൾ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന്. അപ്പൊ ഞങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെ വിലയിരുത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഒന്ന് ലാ യർകൂന വലാ യസ്തർകൂൻ, അവര് മന്ത്രിക്കാത്തവരാണ്, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 70,000 ആളുകൾ പ്രവേശിക്കുന്ന ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചു. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, അവർ ശകുനം നോക്കാത്ത ആളുകളാണ് എന്ന് പ്രവാചകൻ സ്വഹാബിയോട് പറഞ്ഞു. ആ സമയത്ത് കൂട്ടത്തിൽ ഒരു സ്വഹാബി പറഞ്ഞു, അതിന്റെ പേര് ഉക്കാശ ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, റസൂലേ, ആ 70,000 ഉൾപ്പെടാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞാൻ അതിൽ ഉൾപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞു, വാന്തമിനും താങ്കൾ അതിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന മഹാഭാഗ്യം ലഭിച്ചൊരു സഹാബിയാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു. അപ്പൊ മറ്റൊരു സഹാബി കേട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ റസൂൽ പറഞ്ഞു, ഒരു അവസരം ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് ലഭിച്ചു, ഇനി അതിനുവേണ്ടി താങ്കൾ പ്രവർത്തിക്കുക, അധ്വാനിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞില്ല. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ മറ്റു ചില ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്, പടച്ചതമ്പുരാനെ,
ഇങ്ങനെ 70,000 ആളുകളെ വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഉമ്മത്തിലെ ആളുകൾ ഇനിയും വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ആ പ്രാർത്ഥന അന്ന് സ്വീകരിച്ചു. സ്വീകരിച്ച് അള്ളാഹു കൊടുത്ത മറുപടി ഇതാണ്: നേരത്തെ പറഞ്ഞ ആ 70,000 ആളുകളുടെ കൂട്ടത്തിൽ ഓരോ ആൾ സ്വർഗത്തിലേക്ക് പോകുമ്പോഴും, ആ 70,000-ൽ ഓരോ വ്യക്തി സ്വർഗത്തിലേക്ക് പോകുമ്പോഴും അതിനോടൊപ്പം വീണ്ടും 70,000 ആളുകൾക്ക് സ്വർഗത്തിൽ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ ഫലമായിട്ട്. സുബ്ഹാനല്ലാഹ്, വലിയ അനുഗ്രഹമാണിത്. ഇത് കേട്ട സഹാബിയുടെ അത്ഭുതം. കാരണം പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. 70,000 ആളുകൾക്ക് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകാൻ വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതൽ ഇന്നേ വരെ ലോകാവസാന കാലഘട്ടത്തിൽ വീണ്ടും പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ 70,000-ൽ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുമ്പോ അതിന്റെ കൂടെ വീണ്ടും 70,000 കൂടി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം ഈ ഉമ്മത്തുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് മുവഹ്ഹിദുകളായ തൗഹീദുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നാണ് ഹദീസിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത്, ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ, ഉമ്മത്തിനോടുള്ള അതീവ ആഗ്രഹത്തിന്റെ, പരലോകത്ത് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിന്റെ ഫലമാണ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത്, ആ സമയത്തും വിചാരണ നടപ്പിലാക്കാൻ വേണ്ടി മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടുന്ന, ആ മുഴുവൻ മനുഷ്യന്മാരും ആദം നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുന്ന ശഫാഅത്തുൽ കുബ്ര എന്ന് പരിചയപ്പെടുത്തുന്ന, വളരെ വിശദമായി വിശദീകരിക്കേണ്ട വലിയ സുദീർഘമായ ഹദീസുണ്ട്. എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര വർഷം നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ല. ആ ഒരു ദിവസത്തെ കുറിച്ച് ഹദീസ് സൂചിപ്പിക്കുന്നത് 50,000-ലധികം വർഷം ദൈർഘ്യമുള്ള ആ സമയം, അത്രയും സമയം അവിടെ നിൽക്കേണ്ടി വരും. സൂര്യൻ ഒരു സുറുമം പോലെ അകലെ തലയ്ക്ക് മുന്നിൽ ആ ചൂടിന്റെ കാഠിന്യമേറ്റ് ചെയ്തുപോയ പാപങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സമയത്താണ് മുഴുവൻ മനുഷ്യരും വിചാരണയ്ക്ക് വേണ്ടി അമ്പിയാക്കന്മാരെ സമീപിക്കുന്നുണ്ട്. അതിന് ഇസ്ലാം അടുക്കിലേക്ക് ചൊല്ലുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഒന്നാമത്തെ മനുഷ്യനാണ്, അബുൽ ബശറാണ്, മനുഷ്യരുടെ പിതാവാണ്. അതുകൊണ്ട് താങ്കൾ ഒന്ന് ഹിസാബ് നടപ്പിലാക്കാൻ, ഒന്ന് വിചാരണ നടപ്പിലാക്കാൻ താങ്കൾ ഒന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. പക്ഷേ അതിന് ഇസ്ലാം അവിടുന്ന് അള്ളാഹു ഇന്നേ ദിവസം കോപിച്ചതുപോലെ മറ്റൊരു ദിവസം എന്നോട് കോപിച്ചിട്ടില്ല. കാരണം ഞാൻ അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞ, വിലക്കിയ മരത്തെ സമീപിക്കുകയും അങ്ങനെ ഞാൻ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് നഫ്സി, ഞാൻ എന്റെ നഫ്സ് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റാരെങ്കിലും അടുക്കിലേക്ക് പോകൂ, അല്ലെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം അടുക്കിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞേക്കണം. ഇങ്ങനെ ഓരോ നബിമാരും നൂഹ് നബി അലൈഹി ഇസ്ലാം അടുക്കിലേക്ക് പോകുന്ന മനുഷ്യന്മാർ, പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടുക്കിലേക്ക് പോകുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാം അടുക്കിലേക്ക് പോകുന്നുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാം, ഇങ്ങനെ നബി മാറി അവസാനം എത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്കാണ്. സകല പാപങ്ങളും പൊറുക്കപ്പെട്ട, വരാനിരിക്കുന്ന കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടത് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സൃഷ്ടികളും, മുഴുവൻ മനുഷ്യരും അവർ പ്രവാചകൻ പറയുന്ന, താങ്കളൊന്നും പറയണം, താൻ പ്രാർത്ഥിക്കണം. ആ സമയത്ത് സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, വിചാരണ നടപ്പിലാക്കാൻ വേണ്ടി, ഹിസാബ് നടപ്പിലാക്കാൻ വേണ്ടി. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നത്, യാ മുഹമ്മദ് ഇർഫഅ, താങ്കൾ തല ഉയർത്തുക, സൽ തുഅത, താങ്കൾ ചോദിക്കുക, താങ്കൾക്ക് നൽകും. അപ്പോഴാണ് ഹിസാബ് നടക്കുന്നത്. ഇങ്ങനെ ശഫാഅത്തുൽ കുബ്രയുടെ വിചാരണ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആ അനുമതിക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നെല്ലാം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇത്രമാത്രം ഉമ്മത്തിനെ സ്നേഹിച്ച, ഇത്രമാത്രം ഉമ്മത്തിനു വേണ്ടി തന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകളും അധ്വാനങ്ങളും മാറ്റിവെച്ച ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതിലൂടെ ആ പ്രവാചകനോടുള്ള മഹബത്ത്, ആ പ്രവാചകനോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയും ആ പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് ആ പ്രവാചകന് വേണ്ടി അള്ളാഹുവിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ
നമുക്കൊരു പ്രേരണയും പ്രചോദനവുമായി മാറേണ്ടത്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ പലപ്പോഴും പല പണ്ഡിത പുരോഹിതന്മാരും തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ആ ശഫാഅത്തിന് വേണ്ടി അവർ നേരിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ നേരത്തെ പറഞ്ഞതുപോലെ മൗലൂദ് കിതാബുകളിലെ ഓരോ വരികൾ അത് നേരിട്ട് നബിയോട് പ്രാർത്ഥിക്കുന്ന പദപ്രയോഗങ്ങൾ വരെ അതിൽ കാണാൻ കഴിയും. ശഫാഅത്ത് നബിയോട് ചോദിക്കാനല്ല പറഞ്ഞത്, ശഫാഅത്തുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിൽ പ്രവാചകന് വേണ്ടി ആ പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മോട് ഉപദേശിച്ചത്. അതിന് പകരം ഇവർ അശ്ശഫാഅത്തു ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിക വലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി എന്ന് തുടങ്ങിയ മൗലൂദിലെ വരികൾ ശഫാഅത്തിന്റെ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ എന്ന് നബിയോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കൻ പദപ്രയോഗങ്ങളും വരികളുമാണ് ഇന്ന് പല കിതാബുകളിൽ കാണുന്നത്. അതിൽ നിന്നെല്ലാം മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ വിട്ടുനിൽക്കുകയും എന്താണോ ശഫാഅത്തിന്റെ മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ കാര്യം അവലംബിക്കുകയും പ്രവാചകന്റെ ജീവചരിത്രം കൂടുതൽ അറിയാനും അത് ജീവിതത്തിൽ നിലനിർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah Rabbil Alameen hamdan kaseeran tayyiban mubarakan fi sallallahu ala nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in walhamdulillah Rabbil Alameen. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമുർ റഹീമീനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മള് എല്ലാ മാസവും മദ്രസയിൽ വെച്ച് നടത്തി വരാറുള്ള എൻലൈറ്റ്മെന്റ് സീരീസിലെ 4ാമത്തെ പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് വരുന്ന 9-ാം തീയതി ബുധനാഴ്ച മഗ്‌രിബിന് ശേഷം നടക്കാറുള്ളത്. 200-ലധികം ആളുകൾ കുടുംബസമേതം അവരെ പങ്കെടുക്കുകയും പരിപാടി കേൾക്കുകയും ചെയ്യുന്ന ഒരു വൈജ്ഞാനിക സദസ്സാണ്. നമുക്കറിയാം, നമ്മൾ നേടിയെടുക്കുന്ന ഇൽമുകൾ, അറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ സ്വാധീനങ്ങളും ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബസമേതമുള്ള ഇത്തരം മജ്‌ലിസുകൾ അത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കും. ഈ വരുന്ന ബുധനാഴ്ച മൗലവി പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം പോരെ എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കുടുംബസമേത മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഇൻഷാ അല്ലാഹ് ഇന്നൊരു കളക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു സഹോദരി, സാധുവായ ഒരു സഹോദരിയുടെ വീടിന്റെ ബാത്റൂമുമായി ബന്ധപ്പെട്ട ഒരു പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മുടെ എല്ലാം സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫയും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ പോരായ്മകൾ, കുറവുകൾ, ന്യൂനതകൾ അല്ലാഹു പുറത്തു വിട്ടുവീഴ്ച നൽകി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ദീനിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ജീവിതത്തിൽ നിർത്തുവാനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും കുടുംബജീവിതത്തിലും സമ്പത്തിലും ജോലിയിലും ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാനോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾക്ക് ആശ്വാസവും ശമനവും പൂർണ്ണമായ ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ വേർപെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ അവിടെ ഖബർ ചെയ്ത് വിളിച്ചു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അനന്തരാവകാശികളാക്കി മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى من الجنه. ربنا تقبل دعاء انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين.